വടകരയിൽ നിന്നും ശ്രീനി ടൗൺ ന്യൂസ്. ഒയിസ്ക ഇന്റർനാഷണലും മിൽമയും സഹകരിച്ച് കേരളത്തിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ മിൽമ ഒയിസ്ക ടോപ്പ് 10 പരീക്ഷയിൽ വടകര മേഖലയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് MLA KK രമ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ഒയിസ്ക പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനൽകുമാർ അധ്യക്ഷതയും സെക്രട്ടറി KM ബാലകൃഷ്ണൻ സ്വാഗതവും പറഞ്ഞു. വൈസ് പ്രസിഡന്റ് P കരുണാകരൻ നന്ദിയും പറഞ്ഞു. ഒരു സന്നദ്ധ സംഘടന, ഒരു NGO സംഘടന അത്തരത്തിൽ എല്ലാ മേഖലകളിലും കൈവച്ച് മുന്നോട്ട് പോവുകയും അത് കുട്ടികളൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി അവരെ ശക്തരായി മാനസികമായിട്ടും ശാരീരികമായും അവരെ കരുത്തുള്ളവരാക്കി മാറ്റാനും കൂടിയുള്ള പ്രയോജനപ്പെടുന്നതാണ് ഇത്തരം പരിപാടികൾ എന്നതാണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കുട്ടികളുടെ വിദ്യാഭ്യാസം ഇന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ ജപ്പാനിലേക്കൊക്കെ പോകുക എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. സത്യത്തിൽ കേരളത്തിൽ കുട്ടികൾ ഇന്ന് പഠിക്കാൻ സാധിക്കുന്നില്ല, പഠിക്കാൻ നിൽക്കുന്നില്ല. അവസരങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ കുട്ടികൾക്കും പുറത്തേക്ക് പോവുക എന്നുള്ളതാണ് ആഗ്രഹം. കാനഡയിലായാലും ലണ്ടനിലായാലും മറ്റ് സ്ഥലങ്ങളിലും ജപ്പാനിലേക്കും ഒക്കെ കുട്ടികൾ ഇങ്ങനെ ഒരു ഡിഗ്രി കഴിഞ്ഞ് +2 കഴിയുമ്പോൾ തന്നെ കുട്ടികൾക്ക് പുറത്തുപോയി വിദ്യാഭ്യാസം ചെയ്യണം എന്ന താല്പര്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് എവിടെ നോക്കിയാലും കുട്ടികൾ പെൺ ഭേദമന്യേ എല്ലാവരും ഇന്ന് അതിലേക്ക് താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികളൊക്കെ ഇന്ന് വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ധാരാളമായിട്ട് പോയിട്ട് അത് നമുക്ക് വലിയ അഭിമാനമുള്ള കാര്യമാണ്. പെൺകുട്ടികൾ നേരത്തെ പഠിക്കുക എന്ന് പറയുന്ന ഒരു ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു വിവാഹ കമ്പോളത്തിലേക്ക് അവരെ എത്തിക്കാൻ അതിനുള്ള വാല്യൂ ആയിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക എന്ന ലക്ഷ്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അതൊക്കെ അതിജീവിച്ചുകൊണ്ട് പെൺകുട്ടികൾ ഇന്ന് അവർക്ക് വിവാഹം കഴിക്കുന്നത് പോലും മാറ്റിവെക്കുന്ന സാഹചര്യത്തിലേക്കാണ്. അതൊരു കുട്ടികൾ പലപ്പോഴും താല്പര്യമില്ല, അവര് പഠിക്കട്ടെ, ജോലി കിട്ടട്ടെ, എല്ലാവരും ജോലി ചെയ്ത് കഴിഞ്ഞാലും 2-3 വർഷം കൂടി കഴിയട്ടെ, ഞാനൊന്ന് സ്വന്തം നിലയിലാവട്ടെ എന്ന് പറയുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് വലിയൊരു മാറ്റമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്.